നമസ്കാരം. സാക്ഷിയുടെ പ്രിയ സുഹൃത്തുക്കളെ, സഖാവ് പി പ്രസാദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് AIFIF നേതൃത്വത്തിൽ ചടയമംഗലം കേന്ദ്രമാക്കി സഖാവിന് വേണ്ടി ശക്തി പ്രകടനവും ഐക്യദാർഢ്യ ജാഥയും നടത്തുകയാണ്. അണങ്ങാതെ പിടിച്ചേക്കണേ. AIFIFിന്റെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടിയാണ് ആരംഭിക്കാൻ പോകുന്നത്. രാജ്യത്തെ മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ട ഗവർണർ തന്നെ RSSന്റെ കൊള്ളൂത്തുകാരാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കേരളത്തിൽ നിയോഗിക്കപ്പെടുന്ന ഗവർണർമാരെല്ലാം RSSന്റെ കാര്യവാഹമായി പ്രവർത്തിക്കുന്ന കാഴ്ച ഇപ്പോൾ തുടങ്ങിയതല്ല. മുൻപിരുന്ന ഗവർണറും ഇതേ നിലപാടായിരുന്നു സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി രാജ്ഭവൻ ഉപയോഗിക്കപ്പെടുന്ന നിലപാടിനെതിരെയാണ് AIFIF ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് നാടിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്രമമില്ലാത്ത പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത്. लोग जिंदाबाद, लोग जिंदाबाद, AIFIF जिंदाबाद, AIFIF जिंदाबाद, AIFIF जिंदाबाद, AIFIF जिंदाबाद, ऐक्यदार्ढ्यम 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 ഐക്യദാർഢ്യം 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 ഈ പ്രസാദിന് ഐക്യദാർഢ്യം ഈ പ്രസാദിന് ഐക്യദാർഢ്യം 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 ഈ പ്രസാദിന് ഐക്യദാർഢ്യം ഈ പ്രസാദിന് ഐക്യദാർഢ്യം ഇല്ല ഇല്ല അനുവദിക്കില്ല ഇല്ല ഇല്ല അനുവദിക്കില്ല ഇല്ല ഇല്ല അനുവദിക്കില്ല ഇല്ല ഇല്ല അനുവദിക്കില്ല രാജ്ഭവനാണ് 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 RSSന്റെ ഓഫീസല്ല RSSന്റെ ഓഫീസല്ല RSSന്റെ ഓഫീസല്ല RSSന്റെ ഓഫീസല്ല രാജ്ഭവനാണ് രാജ്ഭവനാണ്
പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത വെള്ളക്കാരുടെ ഏജന്റായ വെള്ളക്കാരുടെ ഏജന്റായ വെള്ളക്കാരുടെ ഏജന്റായ വെള്ളക്കാരുടെ ഏജന്റായ RSS തെമ്മാടികളെ RSS തെമ്മാടികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു AIYF പ്രതിഷേധം AIYF പ്രതിഷേധം AIYF പ്രതിഷേധം AIYF പ്രതിഷേധം ഐക്യദാർഢ്യം 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 പി പ്രസാദിന് ഐക്യദാർഢ്യം പി പ്രസാദിന് ഐക്യദാർഢ്യം പി പ്രസാദിന് ഐക്യദാർഢ്യം പി പ്രസാദിന് ഐക്യദാർഢ്യം ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒറ്റക്കെട്ടായി പറഞ്ഞേക്കാം ഒറ്റക്കെട്ടായി പറഞ്ഞേക്കാം പുന്നപ്പുഴയുടെ പാർട്ടി ഇത് പുന്നപ്പുഴയുടെ പാർട്ടി ഇത് വയനാടിന്റെ പാർട്ടി ഇത് വയനാടിന്റെ പാർട്ടി ഇത് പിറന്ന നാടിനെ സംരക്ഷിക്കാൻ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ വെള്ളക്കാരുടെ പട്ടാളത്തെ വെള്ളക്കാരുടെ പട്ടാളത്തെ വെള്ളക്കാരുടെ പട്ടാളത്തെ വെള്ളക്കാരുടെ പട്ടാളത്തെ നെഞ്ചും വിരിച്ചു നേരിട്ട നെഞ്ചും വിരിച്ചു നേരിട്ട നെഞ്ചും വിരിച്ചു നേരിട്ട നെഞ്ചും വിരിച്ചു നേരിട്ട ധീരന്മാരുടെ പ്രസ്ഥാനം ധീരന്മാരുടെ പ്രസ്ഥാനം ധീരന്മാരുടെ പ്രസ്ഥാനം ധീരന്മാരുടെ പ്രസ്ഥാനം CPIയുടെ പട്ടാളം CPIയുടെ പട്ടാളം CPIയുടെ പട്ടാളം CPIയുടെ പട്ടാളം ഐക്യദാർഢ്യം 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 പി പ്രസാദിന് ഐക്യദാർഢ്യം പി പ്രസാദിന് ഐക്യദാർഢ്യം പി പ്രസാദിന് ഐക്യദാർഢ്യം പി പ്രസാദിന് ഐക്യദാർഢ്യം പ്രതിഷേധം 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 സംഘപരിവാർ ഏജന്റായ സംഘപരിവാർ ഏജന്റായ ഗവർണർക്കെതിരെ പ്രതിഷേധം ഗവർണർക്കെതിരെ പ്രതിഷേധം ഗവർണർക്കെതിരെ പ്രതിഷേധം AIYF പ്രതിഷേധം AIYF പ്രതിഷേധം AIYF പ്രതിഷേധം AIYF പ്രതിഷേധം ഇല്ല ഇല്ല അനുവദിക്കില്ല ഇല്ല ഇല്ല അനുവദിക്കില്ല ഇല്ല ഇല്ല അനുവദിക്കില്ല ഇല്ല ഇല്ല അനുവദിക്കില്ല രാജ്ഭവനാണ് 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 RSS ഓഫീസല്ല RSS ഓഫീസല്ല RSS ഓഫീസല്ല RSS ഓഫീസല്ല പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത വെള്ളക്കാരുടെ ഏജന്റായ വെള്ളക്കാരുടെ ഏജന്റായ വെള്ളക്കാരുടെ ഏജന്റായ വെള്ളക്കാരുടെ ഏജന്റായ RSS തെമ്മാടികളെ RSS തെമ്മാടികളെ RSS തെമ്മാടികളെ RSS തെമ്മാടികളെ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒറ്റക്കെട്ടായി പറഞ്ഞേക്കാം ഒറ്റക്കെട്ടായി പറഞ്ഞേക്കാം പുന്നപ്പുഴയുടെ പാർട്ടി ഇത് പുന്നപ്പുഴയുടെ പാർട്ടി ഇത് വയനാടിന്റെ പാർട്ടി ഇത് വയനാടിന്റെ പാർട്ടി ഇത് പിറന്ന നാടിനെ സംരക്ഷിക്കാൻ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ വെള്ളക്കാരുടെ പട്ടാളത്തെ വെള്ളക്കാരുടെ പട്ടാളത്തെ വെള്ളക്കാരുടെ പട്ടാളത്തെ വെള്ളക്കാരുടെ പട്ടാളത്തെ നെഞ്ചും വിരിച്ചു നേരിട്ട നെഞ്ചും വിരിച്ചു നേരിട്ട നെഞ്ചും വിരിച്ചു നേരിട്ട നെഞ്ചും വിരിച്ചു നേരിട്ട CPIയുടെ പട്ടാളം CPIയുടെ പട്ടാളം ധീരന്മാരുടെ പ്രസ്ഥാനം ധീരന്മാരുടെ പ്രസ്ഥാനം ധീരന്മാരുടെ പ്രസ്ഥാനം ധീരന്മാരുടെ പ്രസ്ഥാനം പ്രതിഷേധം 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 AIYF പ്രതിഷേധം AIYF
RSS ഏജന്റായ ഗവർണർക്കെതിരെ പ്രതിഷേധം. UP അല്ലത് ഗുജറാത്തല്ല. കേരളമാണെന്നോർക്കണം. ചെഞ്ചോരക്കൊടി പാറിയിടും. കേരളമാണെന്നോർത്തോളൂ. പ്രതിഷേധം. സംഘപരിവാർ ഏജന്റായ ഗവർണർക്കെതിരെ പ്രതിഷേധം. ഐക്യദാർഢ്യം. പി പ്രസാദിന് ഐക്യദാർഢ്യം. രാജ്ഭവനാണ്. RSS ഓഫീസല്ല. പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത വെള്ളക്കാരുടെ ഏജന്റായ RSS തെമ്മാടികളെ BJPയുടെ തെമ്മാടികളെ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. ഒറ്റക്കെട്ടായി പറഞ്ഞേക്കാം. തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ ധീരന്മാരുടെ പ്രസ്ഥാനം ഉന്നപ്പയുടെ പാർട്ടിയില് വയലാറിന്റെ പാർട്ടിയില് പിറന്ന നാടിനെ സംരക്ഷിക്കാൻ പിറന്ന നാടിനെ മോചിപ്പിക്കാൻ വെള്ളക്കാരുടെ പട്ടാളത്തെ നെഞ്ചും വിരിച്ചു നേരിട്ട ധീരന്മാരുടെ പ്രസ്ഥാനം വയലാറിന്റെ പാർട്ടിയില് പുന്നപ്പറയുടെ പാർട്ടിയില് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. ഒറ്റക്കെട്ടായി പറഞ്ഞേക്കാം. പുന്നപ്പറയുടെ പാർട്ടിയില് വയലാറിന്റെ പാർട്ടിയില് UP അല്ലത് ഗുജറാത്തല്ല. കേരളമാണെന്നോർത്തോളൂ. ചോരച്ചെങ്കടി പാറിയിടും. കേരളമാണെന്നോർത്തോളൂ. പി പ്രസാദിന് ഐക്യദാർഢ്യം. ആലപ്പുഴയിലെ BJP, ആലപ്പുഴയിലെ RSS, ആലപ്പുഴയിലെ BJP, ആലപ്പുഴയിലെ RSS, വെള്ളക്കാരുടെ ഏജന്റായ പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത വെള്ളക്കാരുടെ ഏജന്റായ RSS തെമ്മാടികളെ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. ആലപ്പുഴയിലെ BJP
പി, ആലപ്പുഴയിലെ ബി ജെ പി, ആലപ്പുഴയിലെ RSS, ആലപ്പുഴയിലെ RSS, പുന്നപ്പുറയുടെ പാർട്ടി ഇത്, മുല്ലപ്പുഴയുടെ പാർട്ടി ഇത്, വയലാറിന്റെ പാർട്ടി ഇത്, വയലാറിന്റെ പാർട്ടി ഇത്. ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ, ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ, ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ നാടിനെ സംരക്ഷിക്കാൻ വെള്ളക്കാരുടെ പട്ടാളത്തെ, വെള്ളക്കാരുടെ പട്ടാളത്തെ നെഞ്ചും വിരിച്ച് നേരിട്ട നെഞ്ചും വിരിച്ചു നേരിട്ട ധീരന്മാരുടെ പ്രസ്ഥാനം, ധീരന്മാരുടെ പ്രസ്ഥാനം, ധീരന്മാരുടെ പ്രസ്ഥാനം, ധീരന്മാരുടെ പ്രസ്ഥാനം, CPIയുടെ പട്ടാളം, CPIയുടെ പട്ടാളം, CPIയുടെ പട്ടാളം, CPIയുടെ പട്ടാളം, ഐക്യദാർഢ്യം, 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 പി പ്രസാദിന് ഐക്യദാർഢ്യം, ഐക്യദാർഢ്യം. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. സഹകളെ, ഒരു യോഗം നമ്മുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി സഖാവ് പി പ്രസാദിന് നേരെയുള്ള BJPയുടെ ആക്രമണത്തിൽ കേരളത്തിന്റെ രാജ്ഭവൻ RSS കാര്യാലയമാക്കി നിർത്തുവാനുള്ള കേരള ഗവർണറുടെ നീക്കത്തിനെതിരെ AIYFന്റെ ചടയമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്ന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷനായി ചടയമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആദരണീയായ പ്രസിഡന്റ് സഖാവ് വി വിനോദിനെ ക്ഷണിക്കും. സഖാക്കളെ, സംഘപരിവാർ അജണ്ടയെ ചെറുത്തു തോൽപ്പിച്ച സഖാവ് നമ്മുടെ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയുമായ പി പ്രസാദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചടയമംഗലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഐക്യദാർഢ്യ പ്രകടനത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി AIYFന്റെ ചടയമംഗലം മേഖലാ സെക്രട്ടറിയും അതുപോലെ തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായ മുത്തുരാജിനെ ക്ഷണിക്കുന്നു. AIYFന്റെ ചടയമംഗലം മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ സഖാവ് വിനോദ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന AIYFന്റെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഷാനവാസ്, പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരണീയായ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി നായർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പറുമായ സഖാവ് മിനി സുനിൽ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് PS സുനിൽകുമാർ, സഖാവ് T സുനിൽകുമാർ, പ്രിയപ്പെട്ട AIYFന്റെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ പ്രകടനവും കേരളത്തിലെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയെല്ലാം കൃത്യമായി ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഖാക്കൾക്കും ബോധ്യമുള്ളതാണ്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി കേരളത്തിലെ ഏറ്റവും ഉയർന്ന ആദരണീയനായ ഭരണഘടനയുടെ എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് കേരള ജനത പ്രതീക്ഷിക്കുന്ന രാജ്ഭവനിൽ വെച്ച് തീരുമാനിക്കപ്പെട്ടപ്പോൾ ആ രാജ്ഭവനിൽ കാവിക്കൊടി പിടിക്കുന്ന ഭാരതാംബയെ, RSSന്റെ മുഖമുദ്രയായ ഭാരതാംബയെ വിളക്ക് കത്തിച്ച് പൂജിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുവാൻ കഴിയുള്ളൂ എന്ന് RSSകാരനായ കേരളത്തിലെ ഗവർണർ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സഖാവ് പി പ്രസാദ് ആ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് ആ പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റുകയും തുടർന്ന് സെക്രട്ടേറിയറ്റിൽ ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി തൊട്ട് പിറ്റേ ദിവസം ഓരോ കാപാലികന്മാരായിട്ടുള്ള RSSന്റെയും BJPയുടെയും പ്രവർത്തകർ സഖാവിന്റെ വസതി നൂറനാടുള്ള വസതിയിലേക്ക് ആക്രമണത്തിനായി കടന്നെത്തുകയും അവിടുത്തെ ധീരരായ AIYFന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ASFന്റെയും ചെറുപ്പക്കാരായ ഊർജ്ജസ്വലരായ പാർട്ടിയുടെ സഖാക്കൾ അടക്കം ചേർന്നുകൊണ്ട് ആ ശ്രമത്തെ വളരെ കായികപരമായിട്ട് തന്നെ ചിറക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ, അദ്ദേഹം പോയി ആർലേക്കറിനെ പോലുള്ള ഒരാൾ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി ഭരണഘടനയെ സംരക്ഷിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. എന്നാൽ
കമ്മലിട്ടവൻ പോയപ്പോൾ കടുക്കലിട്ടവൻ വന്നൊരവസ്ഥയിലേക്കായി നമ്മുടെ കേരളത്തിലെ ഗവർണർ മാറി എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറിയത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവിടെ കാവ്യവൽക്കരിക്കപ്പെടുന്ന രാജ്ഭവൻ ഉൾപ്പെടെയുള്ളവ കേരളമാണ്. ഇവിടെ യുപിയിലും ഗുജറാത്തിലും അവർ കൊണ്ടു നടന്ന സംഘപരിവാർ രാഷ്ട്രീയം കേരള ജനതയെ അടിച്ചേൽപ്പിക്കുവാനും ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ കാവ്യവൽക്കരിക്കുവാനുമുള്ള പ്രവർത്തനത്തെ AIYF ശക്തമായി എതിർക്കുമെന്നുള്ള അതിനെതിരെ ശക്തമായ പ്രക്ഷോഭവും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടലും ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് AIYFന്റെ ചടയമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആദരണീയായ പ്രസിഡന്റ് സഖാവ് വി വിനോദാണ്. സഖാവിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിഷേധ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് AIYFന്റെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആദരണീയായ സെക്രട്ടറി സഖാവ് S ഷാനവാസ് ആണ്. സഖാവിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആദരണീയായ ഹരി വി നായർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് ഹരി വി നായർ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പർ കൂടിയായ സഖാവ് മിനി സുനിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ സഖാവ് PS സുനിൽകുമാർ, സഖാവ് A അക്ബറുദ്ദീൻ, സഖാവ് T സുനിൽകുമാർ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട സഖാക്കളെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. AIYFന്റെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സഖാവ് നിഷാന്ത്, സഖാവ് ഷംനാഥ്, സഖാവ് ശ്രീജിത്ത് അടക്കമുള്ള സഖാവ് ദിവ്യ അടക്കമുള്ള സഖാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാക്കളെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സഖാവ് ബിജിത്ത് അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, സ്വാഗതം ചെയ്യുന്നു. AIYFന്റെ ചടയമംഗലം മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, AIYFന്റെ സഹഭാരവാഹികൾ, യൂണിറ്റുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കൾ, ഈ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന അഭിവാദ്യം. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി AIYFന്റെ കൊല്ലം ജില്ലയിലെ മണ്ഡലം സെക്രട്ടറിയുമായ ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ സഖാവ് വിനോദ്, ഇവിടെ സ്വാഗതം പറഞ്ഞ AIYFന്റെ ചടയമംഗലം മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് MR വിഷ്ണുരാജ്, പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി വി നായർ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് മിനി സുനിൽ അടക്കം ഈ പ്രതിഷേധ പരിപാടിയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, നമുക്കറിയാം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി, കഴിഞ്ഞ 10-15 വർഷക്കാലമായി നമ്മുടെ ജനാധിപത്യ മതേതര ഇന്ത്യയുടെ ഭരണം കൈയാളുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘപരിവാർ ശക്തികളാണ്. അവർ ഈ രാജ്യത്ത് ഈ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും MLA-മാരെയും മുഖ്യമന്ത്രിമാരെയും അടക്കം വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയം ഈ രാജ്യത്ത് കൈകാര്യം ചെയ്തു വരികയാണ്. എന്നാൽ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ പച്ചത്തുരുത്തുകളായ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായി അവർക്ക് ഇന്ന് വരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മളെല്ലാം തന്നെ വളരെ ആദരണീയമായി കണ്ടിരുന്ന രാജ്ഭവനെയും ഗവർണറെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ BJPക്ക് വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചു വരികയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നേരത്തെ ഇവിടെ വിഷ്ണുരാജ് സൂചിപ്പിച്ചതുപോലെ ജൂൺ 5-ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന്റെ ഒരു പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിക്കുകയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായ സഖാവ് P പ്രസാദ് രാജ്ഭവനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. കാവിക്കൊടി ഏന്തിയ ഒരു ഭാരതാംബ. ആ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കളർപ്പിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ആ പരിപാടി നടത്തണമെന്നുള്ള
സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ഈ ഗവർണറും രാജ്ഭവനും ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി ചെറുക്കുകയും യാതൊരു തരത്തിലും അത്തരത്തിലുള്ള ഒരു മതേതര ഇന്ത്യയുടെ പ്രതീകമല്ല കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ പരിപാടിയിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പി പ്രസാദ് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള ജനാധിപത്യപരമായ പ്രതിഷേധം പി പ്രസാദും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൈക്കൊണ്ട സാഹചര്യത്തിൽ സഖാവ് പി പ്രസാദിന്റെ വീട്ടിലേക്ക്, ആലപ്പുഴയിലെ വീട്ടിലേക്ക് BJP കടന്നു വരികയാണ്. BJPയുടെ ആലപ്പുഴയുടെ തെക്കൻ ജില്ലാ കമ്മിറ്റിയോ അങ്ങനെ മറ്റോ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഒരു ജനാധിപത്യ വിരുദ്ധ സമരവുമായി സഖാവ് പി പ്രസാദിന്റെ വീട്ടിലേക്ക്, ആ സഖാവിന്റെ വീട്ടിലേക്ക് കടന്നു കയറുവാനുള്ള ശ്രമവുമായി ഈ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഈ ഫാസിസ്റ്റുകൾ കടന്നു വരികയാണ്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയില്ല, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയില്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയില്ല, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അവർക്കറിയില്ല. ആ ചരിത്രം അറിയാമെങ്കിൽ സഖാവ് പി പ്രസാദിന്റെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിയുമായി ഇവർ കടന്നു വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ അവർക്ക് രാഷ്ട്രീയപരമായി മേൽക്കോയ്മയില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും തന്നെയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് AIYFന്റെ സംസ്ഥാന കമ്മിറ്റി നാളെ രാജ്ഭവനിലേക്ക് വലിയ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധ മാർച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ സഖാക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽ സലാം. അല്ല, ഹരിയെന്നെ വിളിക്കും. അപ്പൊ കോലം കത്തിക്കാം. കോലം കത്തിയിലാണ് ഗവർണർ. എനിക്ക് സാധനം ഒഴിച്ച് വിളിച്ചോ, ഞാൻ തന്നെ വിളിക്കണം. നീ വിളിച്ചോ, ഉദ്ഘാടകനല്ലേ. തലേ കൂടെ ആരാ തീപ്പെട്ടിരിക്കുന്നു? കേരള ഗവർണർ കത്തട്ടെ. RSSന്റെ ഗവർണർ കത്തട്ടെ. സംഘി ഗവർണർ കത്തട്ടെ. ഐക്യദാർഢ്യം. സഖാവ് പി പ്രസാദിന് ഐക്യദാർഢ്യം. UP അല്ലത് ഗുജറാത്ത് അല്ല. കേരളമാണെന്നോർത്തോളൂ. ഞങ്ങളുടെ നേരെ പോരില് വന്നാൽ കളിച്ചോ, സൂക്ഷിച്ചോ. RSSയെ സൂക്ഷിച്ചോ. ഇഖ്ലാസ് സിന്ദാബാദ്. AIYF സിന്ദാബാദ്.
ഇൻക്ലാബ് 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 സിന്ദാബാദ്. ആ കമ്പം അല്ലേ വെള്ളം ഉണ്ടെങ്കിൽ ആ കമ്പം കെടുത്തു. ഈ കമ്പം കെടുത്തോ? ഈ പ്രതിഷേധ ഐക്യദാർഢ്യ പ്രകടനത്തിൽ പങ്കെടുക്കാൻ മുഴുവൻ ആ മുഖം കത്തിയെന്ന് എങ്ങനെ അറിയും? ആ മുഖം കത്തിയെന്ന് എങ്ങനെ അറിയും?